ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ഗാന്ധി ബസാർ റോട്ടിലുള്ള പലരും അത്രയ്ക്ക് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കിഡിലൻ റെസ്റ്റോറന്റിന്റെ മുമ്പിലാണ്. അപ്പൊ ഇതാണ് ഡി കല്യാൺ റെസ്റ്റോറന്റ്. പേര് കേട്ടാൽ ആദ്യം തന്നെ നമുക്ക് തോന്നുന്നത് ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് എന്നാണ്. പക്ഷേ ഒട്ടുമല്ല, ഇത് വെജും നോൺ വെജും കിട്ടുന്ന ഒരു കിഡിലൻ മൾട്ടി കുസിൻ റെസ്റ്റോറന്റ് തന്നെയാണ്. ആദ്യം തന്നെ കാണുന്നത് ഇവരുടെ റെസ്റ്റോറന്റിന് മുമ്പിലുള്ള ഒരു ലിമിറ്റഡ് കാർ പാർക്കിംഗ് ഏരിയ ആണ്. ഇത് കൂടാതെ ഇവർക്ക് ഒരു ബേസ്മെന്റ് പാർക്കിംഗ് കൂടി വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഫാമിലി ക്രൗഡിനൊക്കെ വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ഫാമിലി ഡൈനിങ് സ്പോട്ട് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഇവരുടെ ഒരു കൂൾ ആൻഡ് കോംഫി വെയിറ്റിംഗ് ലൗഞ്ച് ആണ്. അത് കൂടാതെ ഒരു കോൾഡ് കഫേയും ഒരു റെസ്റ്റോറന്റും വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പൊ അവിടേക്ക് പോകാൻ സ്റ്റെയർ കേസും അവൈലബിൾ ആണ്, ലിഫ്റ്റ് സർവീസും ഉണ്ട്. അപ്പൊ എല്ലാ ഏജിലുള്ള കസ്റ്റമേഴ്സിന് വരാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്പോട്ടാണ്. അപ്പൊ നമുക്കിനി ഇവരുടെ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റിനുള്ളിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഇവിടെയും നല്ല കുഷിൻ സീറ്റ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു കൂൾ ആൻഡ് കോംഫി വെയിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. പിന്നെ കാണുന്നത് ഈ ഒരു വിശാലമായ ഹാള് പോലുള്ള സ്പേസ് ആണ്. ഇവിടെ ഇവരുടെ ഒരു മെയിൻ ക്യാഷ് കൗണ്ടർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കോർണറിൽ കിഡ്സ് ഏരിയ ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്നത് ഇവരുടെ ടെംപ്റ്റിംഗ് ടുഡേ സ്പെഷ്യൽ മെനു ആണ്. ഇത് കൂടാതെ ഇവർക്കൊരു ചെറിയ കോൺഫറൻസ് ഹാൾ വരുന്നുണ്ട്, 2 തരം ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്, ഒരു നീറ്റ് ആൻഡ് ടൈഡി വാഷ് ഏരിയ വരുന്നുണ്ട്, പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ കം പാൻട്രി ഏരിയയും വരുന്നുണ്ട്. മിസ്റ്റർ അശ്വിനോട് സംസാരിച്ചപ്പോഴാണ് താഴത്തുള്ള റെസ്റ്റോറന്റിന്റെ കൺസെപ്റ്റ് മനസ്സിലായത്. മെട്രോ സിറ്റീസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കൺസെപ്റ്റ് പോലെയാണ് ഫീൽ ചെയ്തത്. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഇവരുടെ കോൺഫറൻസ് ഹാളിൽ നിന്നും തുടങ്ങാം. അപ്പൊ ഈ കാണുന്നതാണ് ഇവരുടെ വളരെ നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് കോൺഫറൻസ് ഹാൾ. ഓൾമോസ്റ്റ് 30 to 35 പാക്സ് അടങ്ങുന്ന ബർത്ത്ഡേ പാർട്ടീസ്, കിറ്റി പാർട്ടീസ്, ഗെറ്റ് ടുഗദേഴ്സ്, മെഡിക്കൽ കോൺഫറൻസ് പോലുള്ള പരിപാടികൾ നടത്താൻ പറ്റിയ ഒരു ആപ്റ്റ് സ്പേസ് പോലെയാണ് ഫീൽ ചെയ്തത്. ഇത് കൂടാതെ സെക്കൻഡ് ഫ്ലോറിൽ ഇവർക്കൊരു ഹ്യൂജ് പാർട്ടി ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വാവ്, ഇവര് പറഞ്ഞപ്പോ ഇത്രയ്ക്ക് വലുതാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ശരിക്കും ഒരു വാസ്റ്റ് ആൻഡ് ഹ്യൂജ് സ്പേസ് തന്നെയാണ്. ഓൾമോസ്റ്റ് 200 to 300 പാക്സ് ഉള്ളൊരു ക്രൗഡിന്റെ ഏതൊരു പ്രോഗ്രാം ആയാലും ഇവിടെ സുഖമായി ഇവർക്ക് നടത്താൻ പറ്റുമെന്നാണ് ഇവർ പറഞ്ഞത്. നല്ല വെൽ ലിറ്റപ്പ് ഹാളിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് അറേഞ്ച്മെന്റ്സ് അവൈലബിൾ ആണ്. നല്ലൊരു സ്റ്റേജ് അവൈലബിൾ ആണ്. സ്റ്റേജിലുള്ളവർക്ക് മാത്രമല്ല, കാണാൻ വന്ന കാണികൾക്കും നല്ല കംഫർട്ടബിൾ കുഷൻ സോഫ സീറ്റ്സ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ഡൈനിങ്ങിനായിട്ട് തൊട്ടടുത്ത് തന്നെ ഇവരുടെ റൗണ്ട് ടേബിൾ ആൻഡ് ചെയർസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഇവരുടെ ബുഫെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. പാർട്ടി ഹാൾ ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണെങ്കിലും ഇവിടെ സീലിംഗ് ഫാൻസും അവൈലബിൾ ആണ്. ഒരു റെസ്റ്റോറന്റിനോടനുബന്ധിച്ച് ഇത്രയും വലിയൊരു പാർട്ടി ഹാൾ ഈ അടുത്ത് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ ജെന്റ്സ് ആൻഡ് ലേഡീസിന് സെപ്പറേറ്റ് വാഷ്റൂംസ് വരുന്നുണ്ട്. ഇനിയിപ്പോ കുറച്ച് ഫ്രഷ് എയർ കൊണ്ട് ചില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തൊരു ചെറിയ ബാൽക്കണിയും വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും താഴെ വന്ന് ഇവരുടെ 2 ടൈപ്പിലുള്ള ഡൈനിങ് സ്പേസസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഈ കാണുന്നത് ഒരു പ്രൈവറ്റ് ഫാമിലി അല്ലെങ്കിൽ ലാർജ് ഗ്രൂപ്പായി വന്ന് കഴിക്കുന്നവർക്കായിട്ടുള്ള ഒരു സീറ്റിംഗ് സ്പേസ് ആണ്. നല്ല വലിയ കുഷൻ സോഫ സീറ്റ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ മെയിൻ ഡൈനിങ് സ്പേസ് അല്ലെങ്കിൽ കോമൺ ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഇവിടെ മോസ്റ്റ്ലി 4 സീറ്റർ ഓപ്ഷൻസ് ആണ്. അത് ഇൻഡിവിജ്വൽ ചെയർസും ടേബിൾസും വരുന്നുണ്ട്, പിന്നെ കുഷൻ സോഫ സീറ്റ്സും വരുന്നുണ്ട്. രണ്ടും എയർ കണ്ടീഷൻ സ്പേസസ് ആണ്. 2 സ്പേസസിനും കിച്ചണായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ തന്നെ ഇരിക്കാം. എന്നിട്ട് ഇവരുടെ മെനു ഒന്ന് നോക്കാം. ഹോട്ട് ഡ്രിങ്ക്സ്, ബ്രേക്ക്ഫാസ്റ്റ്, ഈവനിങ് സ്പെഷ്യാലിറ്റീസ്, പലതരം ദോസാസ്, ലഞ്ചിന് മീൽസും മന്തിയും വരുന്നുണ്ട്. പിന്നെ വെജിറ്റേറിയൻസിന് ഒരു ഹോൾ പേജ് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അറേബ്യൻ ഐറ്റംസിൽ ആദ്യമായിട്ടാണ് റാബിറ്റ് അൽഫാം കാണുന്നത്. പിന്നെ പലതരം ബിരിയാണീസ്, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, സൂപ്സ്, ബ്രെഡ്സ്, ചിക്കൻ, മട്ടൻ, ബീഫ്, ഡക്ക്, കാട, ഇവൻ കരിങ്കോഴിയുടെ ഐറ്റംസ് വരെ കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ പലതരം ഡെസേർട്സ്, ഷേക്സ്, ജ്യൂസസ്, മോക്ടെയിൽസും വരുന്നുണ്ട്. സാധാരണ റെസ്റ്റോറന്റിൽ പോയാൽ സൂപ്പ് കുടിക്കാറില്ല. പക്ഷെ ഇവരുടെ മാഞ്ചോ ചിക്കൻ സൂപ്പ് കുറച്ച് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞപ്പോ ഓർഡർ ചെയ്തതാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കണ്ടിട്ട് നല്ലൊരു സ്പൈസി മാഞ്ചോ സൂപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ചൂടോടുകൂടിയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, അത്യാവശ്യത്തിന് സ്പൈസി ആയിട്ടുള്ള നല്ലൊരു മാഞ്ചോ സൂപ്പ് തന്നെയാണ്. പിന്നെ ഓർഡർ ചെയ്തെത്തിയത് ഇവർ തന്നെ സജസ്റ്റ് ചെയ്ത ഇവരുടെ 2 അട്രാക്റ്റീവ് ആൻഡ് ടെംപ്റ്റിംഗ് ചിക്കൻ സ്റ്റാർട്ടേഴ്സ് ആണ്. ഇത് കണ്ടപ്പോഴേ മനസ്സിലായി ഹണി ഗ്ലേസ് ചിക്കന്റെ ഇവരുടെ വേർഷൻ ആയിരിക്കുമെന്ന്. അപ്പൊ ഇതാണ് ഇവരുടെ ഹോട്ട് ഹണി ചിക്കൻ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഈ റേറ്റിന്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
കൊള്ളാം. ഒരു പെർഫെക്റ്റ് ടിപ്പിക്കൽ ചൈനീസ് സ്റ്റാർട്ടർ തന്നെയാണ്. ചൈനീസ് ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോഴത്തേക്കും ഇവരുടെ ഒരു തന്തൂർ ഐറ്റം വന്നിട്ടുണ്ട്, പിന്നെ ഒരു അറേബ്യൻ ഐറ്റം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വന്ന ഇവരുടെ സെക്കൻഡ് ചിക്കൻ സ്റ്റാർട്ടർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് ചിക്കൻ കാഫ്രിയൽ. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ടാണ് നാട്ടിലെ ഒരു റെസ്റ്റോറന്റിൽ നിന്നും ടേസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു ഫേമസ് ഗോവൻ ഡിഷാണ്. കോറിയാണ്ടർ ലീവ്സ്, ഗ്രീൻ ചില്ലീസ്, ജിഞ്ചർ, ഗാർലിക് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മാരിനേഷനോട് കൂടിയുള്ള പ്രിപ്പറേഷൻ ആണ്. ഇത് കൂടാതെ ടൊമാറ്റോ സ്ലൈസസും സെസമി സീഡ്സും കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. തന്തൂർ ഐറ്റം ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ മലായി കബാബാണ്. 6 പീസസിന് ഈ റേറ്റ് വരുന്നുണ്ട്. നല്ല കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ് പ്രസന്റേഷൻ ആണ്. പിന്നെ ഇതിന്റെ കൂടെ കുറച്ച് സെലക്റ്റീവ് ഗ്രീൻ സാലഡും സെർവ് ചെയ്തിട്ടുണ്ട്. 6 പീസസും അത്യാവശ്യത്തിന് നല്ല വലിയ സൈസ് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആഹാ, നല്ല കിഡിലൻ ക്രീമി ആൻഡ് ജ്യൂസി മലായി കബാബ്. ശരിക്കും ആ ക്രീമി മലായ് മാരിനേഷനിൽ ഡിപ്പ് ചെയ്തെടുത്തതുപോലെ ഉണ്ട്, അല്ലാതെ ബാക്കിയുള്ള എടുത്ത പോലെ ബ്രഷ് ചെയ്ത പോലെ അല്ല. നല്ല റിച്ച് ക്രീമി മാരിനേഷൻ ആണ്. അപ്പൊ അതിൽ ഡിപ്പ് ചെയ്തെടുത്ത ആ വെജീസും ട്രൈ ചെയ്ത് നോക്കി. കബാബ് ലവേഴ്സിന് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. പിന്നെ അറേബ്യൻ ഐറ്റത്തിൽ അധികം എവിടെയും കാണാത്ത ചീസ് അൽഫാമിന്റെ ക്വാർട്ടർ പോർഷനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതിന്റെ കൂടെ കുറച്ച് സാലഡും 2 ഡിപ്സും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. കൊള്ളാം. നല്ല പെർഫെക്റ്റ് അൽഫഹാം ഗ്രിൽ ചിക്കൻ. അതിന്റെ മേലെ ചീസും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു മൈൽഡ് സ്പൈസി മാരിനേഷനോട് കൂടിയിട്ടുള്ള ചിക്കനിന്റെ മേലെയാണ് ചീസ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ചീസി ആൻഡ് മൈൽഡ് സ്പൈസി കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് ഇവരുടെ മയണൈസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം. ഇവരുടെ സ്പെഷ്യൽ ഇൻ ഹൗസ് മയണൈസ് ആണ്. അപ്പൊ അതിനൊരു സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ മിന്റ് ഡിപ്പിലും മുക്കി ഒന്ന് കഴിച്ചു നോക്കി. സത്യത്തിൽ ഡിപ്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതിൽ കുറച്ചും കൂടി ഐറ്റംസ് എത്തിയിട്ടുണ്ട്. ബ്രെഡ് ഐറ്റംസ് എത്തിയിട്ടുണ്ട്, ഗ്രേവി എത്തിയിട്ടുണ്ട്, ഒരു സ്പെഷ്യൽ ഐറ്റം എത്തിയിട്ടുണ്ട്, പിന്നെ ഇവരുടെ സ്പെഷ്യൽ ഗ്രേവി എത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു സ്റ്റഫ്ഡ് ബ്രെഡ് പറഞ്ഞിട്ടുണ്ട്, ബൺ പൊറോട്ട എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പെഷ്യൽ ഐറ്റം ഇവരുടെ ഡിസ്പ്ലേ കൗണ്ടറിൽ കണ്ടപ്പോൾ കൗതുകം കൊണ്ട് ഓർഡർ ചെയ്തതാണ്. സത്യത്തിൽ ബനാനയും മാവൊക്കെ മിക്സ് ഇത് ആ ബാറ്റർ കൊണ്ട് ഉണ്ടാക്കിയ റൊട്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. വീച്ച് പൊറോട്ട പോലുള്ള സംഭവത്തിന്റെ ഉള്ളിൽ നെയ്യും പഞ്ചസാരൊക്കെ ഇട്ട് വാട്ടിയ നേന്ത്രപ്പഴ കഷ്ണങ്ങൾ ഫില്ല് ചെയ്തിരിക്കുകയാണ്. നേന്ത്രപ്പഴം ഇഷ്ടമില്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് ചിരി വന്നു. ബ്രേക്ക്ഫാസ്റ്റും ഈവനിങ് ടൈമിലും കഴിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ക്രിസ്പി റൊട്ടി തന്നെയാണ്. ഇനി നമുക്ക് ഇവരുടെ ബൺ പൊറോട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാണുമ്പോൾ ഒരു പെർഫെക്റ്റ് ബണ്ണ് പോലെ ഇല്ലെങ്കിലും ഇതിന്റെ ആ ടെക്സ്ചർ ബണ്ണ് പോലെ നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് ബൺ പൊറോട്ട എടുത്ത് നേരത്തെ വന്ന ഇവരുടെ ഹരിയാലി മട്ടൺ മസാല കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ഇതും നല്ല റിച്ച് ഗ്രേവിയാണ്. മട്ടൺ ആയതുകൊണ്ട് ഈ റേറ്റ് വരുന്നുണ്ട്. പക്ഷെ അത്യാവശ്യത്തിന് വലിയ സൈസിലുള്ള 3-4 മട്ടൺ പീസസ് വരുന്നുണ്ട്. നല്ല ആവി പറക്കുന്ന ചൂടോട് കൂടിയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് മട്ടണിൽ നിന്നും ചെറിയൊരു പീസ് എടുത്ത് ആ ബൺ പൊറോട്ടയിൽ നിന്നും കുറച്ചെടുത്ത് മട്ടണും കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം. ഒരു മിയർ കോയിൻസിഡൻസ് തന്നെയാണ്. നേരത്തെ ഓർഡർ ചെയ്ത ചിക്കൻ കഫ്രിയലും ഇതും ഒരേ ഫ്ലേവർ തന്നെയാണ്. ആകെയുള്ളൊരു വ്യത്യാസം ഇത് മട്ടൺ ഗ്രേവി ആണെന്നാണ്. അടുത്തത് നമുക്ക് ഇവരുടെ ഗാർലിക് ബട്ടർ നാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഫുൾ പോർഷൻ 3 പീസസ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. നല്ല റിച്ച് ഗാർലിക് ബട്ടർ നാൻ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് ഇവരുടെ ബീഫ് ഇടിയിറച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആഹാ, കണ്ടിട്ട് നല്ല ഫൈൻ ക്വാളിറ്റിയിലുള്ള ഇടിച്ച ബീഫ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വായിൽ നിന്നും വെള്ളം ൂർന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ ബീഫ് അതിലുള്ള ആ അണിയൻ പീസസും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, നല്ല കിഡിലൻ ഇടിച്ച ബീഫ്, അതായത് നല്ല ഫൈൻ പൗഡർ പോലെയാണ് ഫീൽ ചെയ്തത്. ഇനി നമുക്ക് ഗാർലിക് ബട്ടർ നാനിൽ നിന്നും ഒരു പീസ് എടുത്തൊന്ന് കഴിച്ചു നോക്കാം. ഈ ബീഫ് കൂട്ടി കഴിക്കാൻ പൊറോട്ടയാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും ഇവർ സജസ്റ്റ് ചെയ്ത് നമ്മൾ ഓർഡർ ചെയ്ത ഇവരുടെ ഗീ റൈസ് വന്നിട്ടുണ്ട്. ഫുൾ ക്വാണ്ടിറ്റിക്ക് ഈ റേറ്റ് വരുന്നുണ്ട്. ഇതിന്റെ ഹാഫ് ക്വാണ്ടിറ്റിയും വരുന്നുണ്ട്. ഗീ റൈസിന്റെ കൂടെ അക്കമ്പനിമെന്റ്സ് ആയിട്ട് ഇവരുടെ റൈത്തയും വരുന്നുണ്ട്, പിന്നെ ഒരു പിക്കിളും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഗീ റൈസ് എടുത്ത് അതിലേക്ക് ഇവരുടെ റൈത്തയും കുറച്ചൊഴിച്ച്, പിന്നെ ഇതിന്റെ കൂടെ വരുന്ന അച്ചാർ നാരങ്ങ അച്ചാറാന്ന് തോന്നുന്നു, അതിൽ നിന്നും കുറച്ചെടുത്ത്, പിന്നെ ഇതിന്റെ കൂടെ നേരത്തെ വന്ന ആ ഇടിയിറച്ചിയും കൂടി കൂട്ടി നമുക്കൊരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇടിയിറച്ചിയും കൂടി ആയപ്പോ പൊളിച്ചു മോനെ. അടുത്തത് നമുക്ക് ഇവരുടെ പനീർ കുൽച്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു സ്റ്റഫ്ഡ് ബ്രെഡ് ആണ്. ഒരു പോർഷൻ 4 പീസസ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. നല്ലപോലെ സ്റ്റഫിങ് വരുന്നുണ്ട്. മെയിൻ ആയിട്ട് പനീറാണ് വരുന്നത്. അത് കൂടാതെ ഒരു മൈൽഡ് സ്പൈസി മസാല വരുന്നുണ്ട്, പല സെലക്റ്റീവ് ഹെർബ്സ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്നും കുറച്ച് പൊട്ടിച്ച് നേരത്തെ വന്ന ഇവരുടെ മേത്തി മട്ടർ മലായി കറിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ഇതും നല്ല റിച്ച് ആൻഡ് ക്രീമി വെജിറ്റേറിയൻ കറിയാണ്. ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. നല്ല ക്വാണ്ടിറ്റി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും കുറച്ചെടുത്ത് പനീർ കുൽച്ചയും കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
ഇതിന്റെ പേരിൽ പറയുന്നത് പോലെ ഉലുവയും ഫ്രഷ് ക്രീം ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. ഒരു മസ്റ്റ് ട്രൈ നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇത്രയും നല്ലൊരു ഗംഭീര ഭക്ഷണത്തിന് ശേഷം ഡെസേർട്സിനായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ 3 കളർഫുൾ ഐറ്റംസ് ആണ്. അതിൽ ആദ്യം എത്തിയത് ഇവരുടെ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം ആണ്. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി, നല്ല പ്രസന്റേഷൻ. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് കഴിച്ചു നോക്കാം. വളരെ സെലക്റ്റീവ് റെസ്റ്റോറൻറ്റ്സിലെ ഫ്രൂട്ട് സാലഡിൽ മാത്രമേ കിവി പോലത്തെ എക്സോട്ടിക് ഫ്രൂട്ട്സ് കാണുള്ളൂ. കൊള്ളാം, നല്ല സ്റ്റാൻഡേർഡ് ഫ്രൂട്ട് സാലഡ് ആണ്. വാനില ഐസ്ക്രീമിന്റെ ഒരു സ്കൂപ്പിന്റെ കൂടെ ഒരുപാട് കട്ട് ഫ്രൂട്ട്സ് വരുന്നുണ്ട്. മാംഗോ, ആപ്പിൾ, പൈനാപ്പിൾ, വാട്ടർമെലൻ, പോമോഗ്രാനറ്റ്, ഗ്രേപ്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ ഒരു സ്പെഷ്യൽ ഫലൂഡയാണ്. ഫലൂഡയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ കഴിക്കുമ്പോൾ പറയാം. പിന്നെ വന്നത് ഇവരുടെ സ്പെഷ്യൽ ജ്യൂസ് ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ സ്പെഷ്യൽ മോക്ടെയിൽ ജ്യൂസായ സിൻഡ്രല. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ലൊരു അട്രാക്റ്റീവ് പ്രസന്റേഷൻ. കാണുമ്പോൾ തന്നെ അറിയാം 2 തരം ഫ്രൂട്ട്സിന്റെ ഒരു ലെയേർഡ് കോമ്പിനേഷൻ ആണെന്ന്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിൽ നിന്നും കുറച്ചൊന്ന് സിപ്പ് ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ല സൂത്തിങ് ആൻഡ് റിഫ്രഷിംഗ് കോംബോ ജ്യൂസ് ആണ്. ഇതിൽ വാട്ടർമെലന്റെ കൂടെ പൈനാപ്പിളിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത്. ഫൈനലി നമുക്ക് ഇവരുടെ ഫലൂഡയിലേക്ക് വരാം. അപ്പൊ ഇതാണ് ഇവരുടെ റോയൽ ഫലൂഡയുടെ ഫുൾ ക്വാണ്ടിറ്റി വരുന്നത്. ഇതിൽ തന്നെ ഇവർക്ക് ഹാഫ് ക്വാണ്ടിറ്റിയും അവൈലബിൾ ആണ്. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഫീൽ ചെയ്യുന്നുണ്ടോ? എന്നോട് ഇങ്ങനെ ഷെഫ് ചോദിച്ചപ്പോ എനിക്ക് ഉടനെ തന്നെ ഉത്തരം കിട്ടി. അത് വേറൊന്നുമല്ല, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐസ്ക്രീം സ്കൂപ്സ് എല്ലാം ഇന്ത്യൻ ഫ്ലാഗിന്റെ കളറിലാണ്. ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, മുകളിൽ ഓറഞ്ച്, നടുവിൽ വൈറ്റ്, ഫൈനലി ഗ്രീൻ. അപ്പൊ ആദ്യത്തെ സ്കൂപ്പ് ടേസ്റ്റ് ചെയ്തപ്പോൾ ശരിക്കും ഓറഞ്ച് ഫ്ലേവർ തന്നെയാണ്. വേറെ എവിടെ അങ്ങനെ കഴിച്ചിട്ടില്ലാത്തൊരു ഫ്ലേവർ ആണ്. പിന്നെയും കുറച്ച് ഡീപ്പായി ഡിഗ് ചെയ്തപ്പോ ഇവരുടെ വാനില ഐസ്ക്രീമും കിട്ടി. കുറച്ചും കൂടി ഡീപ്പായി ഡിഗ് ചെയ്തപ്പോ പിസ്ത ഐസ്ക്രീമും കിട്ടി. ഇത് കൂടാതെ ഡ്രൈ ഫ്രൂട്ട്സും കട്ട് ഫ്രൂട്ട്സും ചോക്ലേറ്റ് വേവേഴ്സും എല്ലാം ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു കിഡിലൻ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. സത്യത്തിൽ ഗാന്ധി ബസാർ റോട്ടിൽ ഇത്ര വലിയ ബാങ്ക്വറ്റ് ഹാളും അതിനോടനുബന്ധിച്ച് ഇത്രയും വെറൈറ്റിയിലുള്ള ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു മൾട്ടി കുസിൻ റെസ്റ്റോറന്റ് ഉണ്ടെന്ന് പോലും പലരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നേനെ. കാരണം ഇവിടുത്തെ ആംബിയൻസ് ആയാലും ഹോസ്പിറ്റാലിറ്റി ആയാലും സർവീസ് ആയാലും ഫുഡ് ആയാലും എല്ലാം വളരെ മികച്ചതായിരുന്നു. പിന്നെ ഇവിടുത്തെ ബാങ്ക്വറ്റ് ഹാൾ ആയാലും അത്യാവശ്യത്തിന് നല്ല വലിയ സൈസാണ്. നിങ്ങൾക്ക് ഏതൊരു തരം പരിപാടി നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഇവരുടെ ജ്യൂസസ്, മോക്ടെയിൽ, ഷേക്സും ഡെസേർട്സും ഒക്കെ കഴിച്ച് ഫാമിലി ഓർ ഫ്രണ്ട്സായി ചില്ല് ചെയ്തിരിക്കാൻ ആണ് ഉദ്ദേശമെങ്കിൽ മേലെ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നല്ലൊരു കൂൾ ആൻഡ് കോംഫി കോസി സ്പേസ് ഉണ്ട്, കൂൾ വൈബ്സ്. ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു സ്പെഷ്യൽ റെസ്റ്റോറന്റ് കൺസെപ്റ്റ് ഇവർ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല മെട്രോ സിറ്റീസിൽ കാണുന്നത് പോലെ ഒരു ടോക്കൺ സിസ്റ്റമോട് കൂടിയുള്ള ഒരു ഫാസ്റ്റ് ഫുഡ് കൗണ്ടർ ഡൈനർ പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അതായത് അധികം സമയം കളയാതെ പെട്ടെന്ന് വന്ന് ഓർഡർ ചെയ്ത് പെട്ടെന്ന് കഴിച്ചു പോകുന്ന ഒരു സിസ്റ്റം. അത് വർക്കിംഗ് ഓഫീഷ്യൽസിനും സ്റ്റുഡൻസിനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് ഒരാൾക്ക് മാത്രം കഴിക്കാവുന്ന രീതിയിലുള്ള സെലക്റ്റീവ് ഫുഡ് ഓൾമോസ്റ്റ് 180 റുപ്പീസ് വരെ വരുന്ന റേറ്റിലുള്ള ഫുഡ് ആയിരിക്കും. ഇവിടെ സിംഗിൾ സീറ്റ്സും ഗ്രൂപ്പ് സീറ്റ്സും നിന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടേക്കായിട്ട് സെപ്പറേറ്റ് വാഷ്റൂമും വരുന്നുണ്ട്. അപ്പൊ ഇത്രയും നല്ല റെസ്റ്റോറന്റ് ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലിയായി വന്ന് ഇവിടെ കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.